ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് നടക്കുന്ന ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള മെയിൻ എക്സാം സ്പെഷ്യൽ ക്രാഷ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് മെയിൻ എക്സാം സ്പെഷ്യൽ ക്രാഷ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ്. അപ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. കാരണം വെച്ചാൽ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, 12/12/2021 ഞായറാഴ്ച നമ്മുടെ 5ാമത്തെ മോഡൽ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും തയ്യാറെടുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈപ്പിസ്റ്റ് മെയിൻ എക്സാം അടുത്ത് വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ഈ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒറിജിനൽ കോപ്പിയാണ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അതായത് ഈ എങ്ങനെയാണ് ഈ മോഡൽ എക്സാം നടക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മെയിൻ എക്സാമും നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A system has 2 IDE hard drives that are each divided into primary and extended partitions. Which drive letter is assigned to the primary partition of the second drive? Question ഒരിക്കൽ കൂടി വായിക്കാം. A system has 2 IDE hard drives that are each divided into primary and extended partitions. Which drive letter is assigned to the primary partition of the second drive? അതായത് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഒരു സിസ്റ്റത്തിന് 2 IDE ഹാർഡ് ഡ്രൈവുകൾ ഉണ്ട്. അവ ഓരോന്നും പ്രൈമറി എക്സ്റ്റൻഡഡ് പാർട്ടീഷനുകളായി തിരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഡ്രൈവിന്റെ പ്രൈമറി പാർട്ടീഷനിലേക്ക് ഏത് ഡ്രൈവ് അക്ഷരമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ A C, ഓപ്ഷൻ B D, ഓപ്ഷൻ C E, ഓപ്ഷൻ D F. A system has 2 IDE hard drives that are each divided into primary and extended partitions. Which drive letter is assigned to the primary partition of the second drive? ഏതാണ് ആൻസർ? ഓപ്ഷൻ A ആണ് ആൻസർ. C. What are the 2 functions performed by the BIOS when the computer switch on? What are the 2 functions performed by BIOS when the computer switch on? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? അതായത് ഈ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബയോസ് നിർവഹിക്കുന്ന 2 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ലോഡ് NTLDR ആൻഡ് റീഡ് MBR. ഓപ്ഷൻ B ലോഡ് NTDetect.com ആൻഡ് റീഡ് LEBR. ഓപ്ഷൻ C conduct post and read MBR. Option D start EBR and MBR. What are the 2 functions performed by BIOS when the computer switch on? ഏതാണ് ആൻസർ? ഓപ്ഷൻ C ആണ് ആൻസർ. conduct post and read MBR. അടുത്ത ക്വസ്റ്റ്യൻ. Which one is used to detect hardwares and passes information to NTLDR? Which one is used to detect hardwares and passes information to NTLDR? അതായത് ഈ ഹാർഡ്വെയറുകൾ കണ്ടെത്തുന്നതിനും വിവരങ്ങൾ NTLDRലേക്ക് കൈമാറുന്നതിനും
ഏതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ndetect.com, ഓപ്ഷൻ ബി NTFS, ഓപ്ഷൻ സി LEBR, ഓപ്ഷൻ ഡി boot.ini. Which one is used to detect hardwares and passes information to NTLDR? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ndetect.com, ndetect.com. അടുത്ത ക്വസ്റ്റ്യൻ. NTLDR സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. അതായത് NTLDR എന്നതിന്റെ അർത്ഥം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ NT ലീഡർ, ഓപ്ഷൻ ബി NT ലീഡ്, ഓപ്ഷൻ സി NT ലാഡർ, ഓപ്ഷൻ ഡി NT ലോഡർ. NTLDR സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ ഡി ആണ് ആൻസർ, NT ലോഡർ. അടുത്ത ക്വസ്റ്റ്യൻ. Which is not a usable partition by itself, but it's like a container and it holds logical drives. അതായത് ഇത് ഒരു ഉപയോഗയോഗ്യമായ പാർട്ടീഷൻ അല്ല, എന്നാൽ ഇത് ഒരു കണ്ടെയ്നർ പോലെയാണ്. അത് ലോജിക്കൽ ഡ്രൈവുകൾ ഉൾക്കൊള്ളുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രൈമറി പാർട്ടീഷൻ, ഓപ്ഷൻ ബി എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി PBR, which is not a usable partition by itself, but it's like a container and it holds a logical drives. Option B an answer, extended partition. Other question. PBR stands for a dash. PBR എന്നതിന്റെ അർത്ഥം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പാർട്ടീഷൻ ബൂട്ട് സെക്ടർ, ഓപ്ഷൻ ബി പാർട്ടീഷൻ ബൂട്ട് സെക്ടർ പ്രൈവറ്റ് ബൂട്ട് സെക്ടർ, ഓപ്ഷൻ സി പാർട്ടീഷൻ ബൂട്ട് സെക്ഷൻ, ഓപ്ഷൻ ഡി പ്രൈവറ്റ് ബൂട്ട് സെക്ഷൻ. PBR stands for ഓപ്ഷൻ എ ആണ് ആൻസർ, പാർട്ടീഷൻ ബൂട്ട് സെക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. Which is the first sector on a hard disk? Which is the first sector on a hard disk? അതായത് ഹാർഡ് ഡിസ്കിലെ ആദ്യത്തെ സെക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ PBR, ഓപ്ഷൻ ബി EBR, ഓപ്ഷൻ സി MBR, ഓപ്ഷൻ ഡി LEBR. Which is the first sector on a hard disk? ഓപ്ഷൻ സി ആൻസർ MBR. അടുത്ത ക്വസ്റ്റ്യൻ. Which one contains a partition table and boot loader? Which one contains the partition table and boot loader? അതായത് ഈ പാർട്ടീഷൻ ടേബിളും ബൂട്ട് ലോഡറും അടങ്ങിയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ PBR, ഓപ്ഷൻ ബി EBR, ഓപ്ഷൻ സി MBR, ഓപ്ഷൻ ഡി LEBR. Which one contains the partition table and boot loader? ഓപ്ഷൻ സി ആണ് ആൻസർ, MBR. അടുത്ത ക്വസ്റ്റ്യൻ. MBR stands for a dash. അതായത് MBR എന്നതിന്റെ അർത്ഥം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാസ്റ്റർ ബൂസ്റ്റ് റെക്കോർഡ്, ഓപ്ഷൻ ബി മോസ്റ്റ് ബൂട്ടബിൾ റെക്കോർഡ്, ഓപ്ഷൻ സി മാസ്റ്റർ ബൂട്ട് റീഡർ, ഓപ്ഷൻ ഡി മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. MBR സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് LEBR ഓഫ് ഡാഷ്. അതായത് LEBRന്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലോജിക്കൽ എക്സിക്യൂട്ടബിൾ ബൂട്ട് സെക്ടർ,
Option B, logical extended boot sector. Option C, least extended boot sector. Option D, logical extended boot section. Full form of LEBR of dash. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ലോജിക്കൽ എക്സ്റ്റൻഡഡ് ബൂട്ട് സെക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് GPT ഈസ് ഡാഷ്. അതായത് GPT-യുടെ പൂർണ്ണ രൂപം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ GUID പാർട്ടീഷൻ ടേബിള്. ഓപ്ഷൻ ബി ഗ്രൂപ്പ് പാർട്ടീഷൻ ടേബിള്. ഓപ്ഷൻ സി ഗ്രേഡ് പാർട്ടീഷൻ ടേബിള്. ഓപ്ഷൻ ഡി ഗ്രേറ്റർ പാർട്ടീഷൻ ടേബിള്. ഫുൾ ഫോം ഓഫ് GPT ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ, GUID പാർട്ടീഷൻ ടേബിള്. അടുത്ത ക്വസ്റ്റ്യൻ. What could cause a fixed disk error? What could cause a fixed disk error? അതായത് ഈ ഒരു നിശ്ചിത ഡിസ്ക് എററിന് കാരണമാകുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ CD-ROM ഡ്രൈവ് നോട്ട് ഇൻസ്റ്റാൾഡ്. ഓപ്ഷൻ ബി ഇൻകറക്റ്റ് CMOS സെറ്റിംഗ്സ്. ഓപ്ഷൻ സി ഇൻകറക്റ്റ് RAM സെറ്റിംഗ്സ്. ഓപ്ഷൻ ഡി മെമ്മറി ഡംപിങ്. വാട്ട് കുഡ് കോസ് എ ഫിക്സഡ് ഡിസ്ക് എറർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇൻകറക്റ്റ് CMOS സെറ്റിംഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following will not be affected by the virus in a computer? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലെ വൈറസ് ബാധിക്കാത്തത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ CMOS. ഓപ്ഷൻ ബി ബൂട്ട് സെക്ടർ. ഓപ്ഷൻ സി ഫ്ലോപ്പി ഡിസ്ക്. ഓപ്ഷൻ ഡി പ്രോഗ്രാം ഫയൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി affected by the virus in a computer? ഓപ്ഷൻ എ ആണ് ആൻസർ, CMOS. അടുത്ത ക്വസ്റ്റ്യൻ. How many bits in a byte? അതായത് ഒരു ബൈറ്റിൽ എത്ര ബിറ്റുകൾ ഉണ്ട്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 16. ഓപ്ഷൻ ബി 8. ഓപ്ഷൻ സി 255 255. ഓപ്ഷൻ ഡി 10. How many bits in a byte? ഓപ്ഷൻ ബി ആണ് ആൻസർ, 8. അടുത്ത ക്വസ്റ്റ്യൻ. How can you totally protect a PC from damage during an electrical storm? അതായത് ഒരു വൈദ്യുത കൊടുങ്കാറ്റ് സമയത്ത് കേടുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു PCയെ പൂർണ്ണമായും സംരക്ഷിക്കാം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിസ്കണക്ട് ദ AC പവർ കേബിൾ. ഓപ്ഷൻ ബി ഡിസ്കണക്ട് ഓൾ എക്സ്റ്റേണൽ കേബിൾസ് ആൻഡ് പവർ കോഡ്സ്. ഓപ്ഷൻ സി യൂസ് എ സർജ് പ്രൊട്ടക്ടർ. ഓപ്ഷൻ ഡി ടേൺ ഓഫ് ദ AC പവർ. ഹൗ ക്യാൻ യു ടോട്ടലി പ്രൊട്ടക്ട് എ PC ഫ്രം ഡാമേജ് ഡ്യൂറിങ് ആൻ ഇലക്ട്രിക്കൽ സ്റ്റോം? ഓപ്ഷൻ എ ആണ് ആൻസർ, ഡിസ്കണക്ട് ദ AC പവർ കേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. What does EISA stands for? EISA എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എക്സ്റ്റൻഡഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. ഓപ്ഷൻ ബി എക്സ്പാൻഡഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. ഓപ്ഷൻ സി എൻഹാൻസ്ഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. What does EISA stands for? ഓപ്ഷൻ എ ആണ് ആൻസർ, എക്സ്റ്റൻഡഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. A software which is developed to help the user to perform specific tasks is called dash. അതായത് നിർദ്ദിഷ്ട ജോലികൾ ചെയ്യാൻ ഉപയോക്താവിനെ സഹായിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്ഷൻ സി മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ ഡി ബിൽറ്റ് ഇൻ ആപ്ലിക്കേഷൻ. എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഡെവലപ്ഡ്
to help the user to perform specific tasks is called application software. Option A ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് ബയോസ്. ബയോസിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബേസിക് ഇൻപുട്ട് സ്ലാഷ് ഔട്ട്പുട്ട് സിസ്റ്റം. ഓപ്ഷൻ ബി ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ്. ഓപ്ഷൻ സി ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സെഗ്മെന്റ്. ഓപ്ഷൻ ഡി ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റപ്പ്. ഫുൾ ഫോം ഓഫ് ബയോസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് CMOS. സിമോസ്. അതായത് സിമോസിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ കംപ്ലീറ്റഡ് മെമ്മറി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബി കോമ്പാക്ട് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഓപ്ഷൻ സി കമ്പ്യൂട്ടർ മെമ്മറി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഫുൾ ഫോം ഓഫ് സിമോസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനീഷ്യലൈസിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദ സിസ്റ്റം ഹാർഡ്വെയർ components and loading OS from a mass memory is done by a dash. അതായത് സിസ്റ്റം ഹാർഡ്വെയർ ഘടകങ്ങൾ ആരംഭിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഒരു മാസ് മെമ്മറിയിൽ നിന്ന് OS ലോഡ് ചെയ്യുന്നതും ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബയോസ്. ഓപ്ഷൻ ബി സിമോസ്. ഓപ്ഷൻ സി ഡോസ്. ഓപ്ഷൻ ഡി പോസ്റ്റ്. Initializing and testing the system hardware components and loading OS from a mass memory is done by option A and answer BIOS. Other question. Which software interface the major hardware component of computer with the OS? അതായത് ഈ OS ഉള്ള കമ്പ്യൂട്ടറിന്റെ പ്രധാന ഹാർഡ്വെയർ ഘടകം ഏത് സോഫ്റ്റ്വെയർ ഇന്റർഫേസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബയോസ്. ഓപ്ഷൻ ബി സിമോസ്. ഓപ്ഷൻ സി ഡോസ്. ഓപ്ഷൻ ഡി പോസ്റ്റ്. വിച്ച് സോഫ്റ്റ്വെയർ ഇന്റർഫേസ് ദ മേജർ ഹാർഡ്വെയർ കമ്പോണന്റ് ഓഫ് കമ്പ്യൂട്ടർ വിത്ത് OS? ഓപ്ഷൻ എ ആണ് ആൻസർ. ബയോസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which is a wireless technology standard? അതായത് ഈ വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ IDE. ഓപ്ഷൻ ബി USB. ഓപ്ഷൻ സി SATA. ഓപ്ഷൻ ഡി ബ്ലൂടൂത്ത്. വിച്ച് ഈസ് എ വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ബ്ലൂടൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. How do you optimize the hard disk? അതായത് ഹാർഡ് ഡിസ്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിസ്ക് റിപ്പയറിംഗ്. ഓപ്ഷൻ ബി ഡിസ്ക് ഫോർമാറ്റിംഗ്. ഓപ്ഷൻ സി ഡിസ്ക് പാർട്ടീഷനിങ്. ഓപ്ഷൻ ഡി സ്കാൻ ഡിസ്ക് ആൻഡ് ഡിഫ്രാഗ്മെന്റർ യൂട്ടിലിറ്റീസ്. ഹൗ ഡു യു ഒപ്റ്റിമൈസ് ദ ഹാർഡ് ഡിസ്ക്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്കാൻ ഡിസ്ക് ആൻഡ് ഡിഫ്രാഗ്മെന്റർ യൂട്ടിലിറ്റീസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Why the scan disk utility removes the unrecoverable areas of the usage table in the hard disk? അതായത് എന്തുകൊണ്ടാണ് നമ്മൾ സ്കാൻ ഡിസ്ക് യൂട്ടിലിറ്റി ഹാർഡ് ഡിസ്കിലെ ഉപയോഗ പട്ടികയുടെ വീണ്ടെടുക്കാനാവാത്ത പ്രദേശങ്ങൾ നീക്കം ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടു ഫോർമാറ്റ് എ ഹാർഡ് ഡിസ്ക്. ഓപ്ഷൻ ബി ടു സ്റ്റാർട്ടപ്പ് എ ഹാർഡ് ഡിസ്ക്. ഓപ്ഷൻ സി ടു പ്രിവെന്റ് ഫ്യൂച്ചർ എറേഴ്സ്. ഓപ്ഷൻ ഡി ടു പാർട്ടീഷൻ എ ഹാർഡ് ഡിസ്ക്. വൈ ദ സ്കാൻ ഡിസ്ക് യൂട്ടിലിറ്റി removes the unrecoverable areas of the usage table in the hard disk? Option C ആണ് ആൻസർ. ടു പ്രിവെന്റ് ഫ്യൂച്ചർ എറേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. What will you do when CPU fan not rotating due dust?
അതായത് CPU ഫാൻ പൊടി കാരണം കറങ്ങാത്തപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഓപ്ഷൻ എ ക്ലീൻ ഇറ്റ്, ഓപ്ഷൻ ബി റിമൂവ് MS ഓഫീസ്, ഓപ്ഷൻ സി ക്ലീൻ ദ എൻവയൺമെന്റ്, ഓപ്ഷൻ ഡി ക്ലീൻ ബട്ട് സ്റ്റിൽ നോട്ട് റൊട്ടേറ്റ്സ് റീപ്ലേസ് ഇറ്റ്. വാട്ട് വിൽ യു ഡു വെൻ CPU ഫാൻ നോട്ട് റൊട്ടേറ്റിംഗ് ഡ്യൂ ഡസ്റ്റ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്ലീൻ ബട്ട് സ്റ്റിൽ നോട്ട് റൊട്ടേറ്റ്സ് റീപ്ലേസ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.